ശബരിമല അയ്യപ്പ സംഗമം ദേവസ്വം ചിലവിൽ പിണറായി സർക്കാരിന് പ്രൊമോഷൻ പരിപാടിയാണ്, അഴിമതിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ ഭക്തർ സമീപിക്കുന്നു. കോടതി പിറക്കാൻ പോകുന്ന കുട്ടിക്ക് ജാതകം എഴുതാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കേസ് സൈഡാക്കി. എല്ലാ കണക്കും കാര്യങ്ങളും ബോധിപ്പിക്കാൻ പറഞ്ഞു. പരിപാടിക്ക് ശേഷം കണക്ക് പറഞ്ഞു വന്നപ്പോൾ ബോധം പോയി. അഴിമതിയും ധനധൂർത്തും നടക്കാൻ പോകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടും ഇടപെട്ടില്ല. ഇതിപ്പോ പറയാൻ കാരണം സമാന സാഹചര്യമാണ് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തെ ഭൂമി ഏറ്റെടുക്കലുമായി നടക്കാൻ പോകുന്നത്. പാവങ്ങൾ വെയിലും മഴയും കൊണ്ട് വരുന്നിന്ന് തലയ്ക്കുഴിഞ്ഞിടുന്ന കാണിക്കപ്പണം വിലപേശി കമ്മീഷൻ അടിക്കാനുള്ള കസർത്തുകളാണ് ഗുരുവായൂരിൽ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്നത്. നാളെ ഇതുവരെ ഗുരുവായൂർ ദേവസ്വം ബോർഡുകളുടെ നേതൃത്വത്തിൽ നടത്തിയ എല്ലാ ഭൂമി ഇടപാടുകൾക്ക് പിന്നിൽ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളത് എന്നത് പരസ്യമായ രഹസ്യമാണ്. അതിനൊരു പൊൻതൂവലാവും ഈ ഭൂമി ഏറ്റെടുക്കൽ എന്നത് നിസ്സംശയമാണ്. 16.5 ഏക്കർ ഭൂമി ഏറ്റെടുക്കുമെന്നാണ് ബഹുമന്ത്രി നിയമനിർമ്മാണ സഭയിൽ പറഞ്ഞത്. അതായത് 1650 സെന്റ് ഏറ്റെടുക്കുമ്പോൾ ഭൂമിക്ക് വേണ്ടി മാത്രം 1000 കോടി രൂപയാണ് മാറ്റിവെക്കേണ്ടത്. കെട്ടിടം പൊളിക്കുന്നതും അതിലെ കുഴിക്കൂറ് ചമയങ്ങളുടെ കാശ് വേറെയും വരും. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ സ്ഥിരം നിക്ഷേപം എന്ന് പറയുന്നത് 2500 കോടിക്ക് താഴെയാണ്. ഭൂസ്വത്ത് വകകളുടെയും സ്വർണം, വെള്ളി എന്നിവ വേറെയും. ഇതിൽ എന്നും എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ തട്ടിക്കൊണ്ടു പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് നിസ്സംഗനായി ഇളിച്ചിരുന്ന കാലം കഴിച്ചുകൂട്ടാം. പറഞ്ഞു വരുന്നത് അയ്യപ്പ സംഗമം ഗുരുവായൂരിൽ ആവർത്തിക്കാതെ നോക്കേണ്ടത് ബഹുകോടതികളാണ്. പണ്ട് 10-15 വർഷം മുൻപ് കോൺഗ്രസ് ഭരണകാലത്ത് ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ഒരു മെമ്പറെ നിശ്ചയിക്കുന്നു. അതും ക്ഷേത്രത്തിനുള്ളിൽ വ്യഭിചാരത്തിന് ശ്രമിച്ച കേസ് ഉൾപ്പെടെ സമാന പ്രവർത്തനങ്ങൾക്ക് കേസും പരാതിയുമുള്ള വ്യക്തിയെ. കേക്കണേ പൂരം. വിശ്വാസികൾ കോടതിയെ സമീപിച്ചു. കോടതി കേസെടുത്തു. വാദം കേൾക്കുന്നു. 3 മാസം കാലയളവിന് കേസ് മാറ്റിവെക്കും. ഒടുവിൽ അയാൾക്ക് 2 വർഷത്തെ ടിയാന്റെ കാലാവധി പൂർത്തിയാക്കാൻ സഹായിച്ചു. എന്നിട്ട് അയാള് മെമ്പർ അല്ലാതെ ആയതുകൊണ്ട് കേസെടുത്ത് ചവറ്റുകൊട്ടയിൽ. ഇനി അയാൾ വന്നാൽ നോക്കാമെന്ന് പറഞ്ഞു. ഹർജിക്കാര് പരിപാടി മതിയാക്കി. പോരെ. കോമഡി എന്താണെന്ന് വെച്ചാൽ ഇതേ ജഡ്ജി വിരമിച്ചപ്പോൾ എല്ലാ ഹിന്ദു സംഘടനകളുടെയും സംസ്ഥാനതല പരിപാടികളിൽ ഉദ്ഘാടനം അല്ലെങ്കിൽ അധ്യക്ഷനായി മാറി. വരുന്നവന് നാണമില്ലെങ്കിൽ വിളിക്കുന്നവന് അതുണ്ടാവണ്ടേ? അപ്പോ നാരായണ ജയ.